ഈശോയിൽ സ്നേഹം നിറഞ്ഞ ഒരു വലിയൊരു വാഗ്ദാനത്തിന്റെ വചനം ഒരു കണ്ടീഷനോട് ചേർന്ന് ഇതാ നമുക്ക് നൽകപ്പെടുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം അധ്യായം 19 29 വാക്യം. വചനം പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ഈശോ നമ്മോട് പറയുന്ന കാര്യം ഒരു വാഗ്ദാനമായിട്ട് പറയുവാണ്, 100 ഇരട്ടി കിട്ടും. ആ 100 ഇരട്ടി കിട്ടുന്ന എപ്പോഴാണ്? ഈശോയെ പ്രതി, യേശു നാമത്തെ പ്രതി. യേശു നാമം എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പം അങ്ങനെ ദൈവികമായ കാര്യത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ദൈവമഹത്വത്തിനു വേണ്ടി, ദൈവവചനത്തിലേക്ക് ഒരാളെ അടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, അപ്പം അതിനു വേണ്ടി ദൈവമഹത്വത്തിനായി, ദൈവത്തിനായി, ദൈവീക കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എന്തു മാറ്റിവെക്കുന്നു? സമയമായിരിക്കാം, അധ്വാനമായിരിക്കാം, അധ്വാന ഫലം പണം അതായിരിക്കാം. ഇനി ഒരു പക്ഷേ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചില ബന്ധങ്ങൾ, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചില ശീലങ്ങൾ, നമ്മൾ അതിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചോ? അവിടെ ദൈവത്തിന്റെ വചനം പറയുവാണ്, ഈ ഈശോയെ പ്രതി, ദൈവത്തെ പ്രതി, ദൈവമഹത്വത്തെ പ്രതി എന്ത് നമ്മൾ ഉപേക്ഷിക്കുന്നോ അത് 100 ഇരട്ടി നന്മയായിട്ട് ദൈവം തരും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. 100 ഇരട്ടി നന്മ കിട്ടുമെന്ന് മാത്രമല്ല, സ്വർഗവും കിട്ടും. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം കാണാപ്പാഠം പഠിക്കാം, ഇടയ്ക്കൊക്കെ ഓർക്കാം. ചിലപ്പോൾ ചില പാപത്തിന് സുഖം വരുമ്പോൾ, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ മറ്റു പല കാര്യങ്ങളിലേക്കും ആകർഷിക്കുമ്പോൾ ഓർക്കണം, ദൈവത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി അത് വേണ്ടാന്ന് വെച്ചോ 100 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇനി അല്പം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കേണ്ടി വരുമ്പോൾ, അധ്വാനം മാറ്റിവെക്കേണ്ടി വരുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ പണം സമ്പത്ത് മാറ്റിവെക്കേണ്ടി വരുമ്പോൾ ഓർത്തോളൂ, ദൈവമഹത്വത്തിന് വേണ്ടി വേണം ചെയ്യാൻ. നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്തോ, ദൈവമഹത്വത്തിന് വേണ്ടി ചെലവഴിച്ചോ, ദൈവമഹത്വത്തിന് വേണ്ടി കൊടുത്തോ, ദൈവം പറയുവാണ് 100 ഇരട്ടി കിട്ടും. കർത്താവിൻ്റെ വാക്കാണ്. ഈ ദൈവിക വാഗ്ദാനം നമ്മുടെ മേൽ പൂർത്തീകരിക്കട്ടെ. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നിൻ്റെ എല്ലാ അധ്വാനങ്ങളെയും വ്യാപാരങ്ങളെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.